കത്വ, ഉന്നാവോ ഈ മൂന്ന് പേരുകൾ ഇന്ത്യക്കാർ ഓർക്കുന്നത് ഭരണപക്ഷത്തിന് പങ്കുള്ള നടുക്കുന്ന 3 സ്ത്രീ പീഡന കേസുകളുടെ പേരിലാണ്. യുപിയിലെ ഹത്രാസിലും ഉന്നാവോയിലും ജമ്മു കശ്മീരിലെ കത്വയിലും പെൺകുട്ടികൾക്ക് നേരെ നടന്ന 3 ക്രൂരമായ ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ഭരണകൂടത്തിന്റെ പിന്തുണയോടെയുള്ള കേസ് അട്ടിമറിക്കൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും അത് ആളുകളുടെ ഓർമ്മകളിൽ അവശേഷിക്കും. ഹത്രാസ് എന്നും കത്വ എന്നും ഉന്നാവോ എന്നും ഗൂഗിളിൽ തിരയുമ്പോൾ ലഭിച്ചിരുന്ന വാർത്തകളുടെ സ്ഥാനത്ത് ഇന്നുള്ളത് 3 പുതിയ ദുരന്ത വാർത്തകളാണ്. ഹത്രാസിൽ ബോലെ ബാബെ എന്ന ആൾദൈവം നടത്തിയ പരിപാടിയിൽ 121 പേർ മരിച്ച സംഭവമാണ് അതിലൊന്ന്. കത്വയിൽ സൈനികർക്ക് നേരെ നടന്ന തീവ്രവാദാക്രമണ വാർത്തയാണ് മറ്റൊന്ന്. ഉന്നാവോയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബസ് അപകടത്തിൽ 18 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് ഒടുവിലത്തേത്. ഒരു തരത്തിൽ ഭരണകൂടം പ്രതികളായ, ഭരണകൂടത്തിനെതിരെ വലിയ ജനരോഷമുയർന്ന 3 കേസുകളാൽ അറിയപ്പെട്ടിരുന്ന സ്ഥലനാമങ്ങൾ ഇന്നറിയപ്പെടുന്നത് ഈ 3 ദുരന്ത വാർത്തകളുടെ പേരിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് ഇടയാക്കിയതുമായ സംഭവമാണ് 2024 ജൂലൈ 2 യുപിയിലെ ഹത്രാസിൽ ആൾദൈവം ബോലെ ബാബ നടത്തിയ മതപരിപാടിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവം. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. 100 കണക്കിന് പേരാണ് നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുന്നത്. ഹത്രാസിൽ പരിപാടി സംഘടിപ്പിച്ച ആൾദൈവം ബോലെ ബാബ കേസിൽ കുറ്റക്കാരനല്ലെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അപകടത്തിന്റെ ഉത്തരവാദികൾ അനുയായികളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാബയുടെ പേര് പോലും അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. അനുവദനീയമായതിലും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് യുപിയിലെ ഹത്രാസ് എന്ന സ്ഥലപ്പേര് അറിയപ്പെട്ടിരുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ബലാത്സംഗ കേസിന്റെ പേരിലായിരുന്നു. 2020 സെപ്റ്റംബർ 14 ഉത്തർപ്രദേശിലെ ഹത്രാസിൽ 19കാരിയായ ഒരു ദളിത് പെൺകുട്ടിയെ സവർണ വിഭാഗത്തിൽപ്പെട്ട 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കി മരണാസന്നയാക്കിയത്. എതിർത്ത പെൺകുട്ടിയെ കഴുത്തിൽ ഷാൾ കെട്ടിവലിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് പെൺകുട്ടി മരണപ്പെടുന്നത്. നട്ടെല്ലിനേറ്റ ഗുരുതരമായ പരിക്കും കഴുത്തുഞെരിച്ച സമയത്ത് പെൺകുട്ടിയുടെ നാവ് കടിച്ച് അറ്റുപോയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മരണം നടന്ന ഉടൻ തന്നെ ജനരോക്ഷം ഭയന്ന് ബന്ധുക്കളുടെ അനുമതി പോലും തേടാതെ അർദ്ധരാത്രിയിൽ പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം സംസ്കരിച്ചു. മകളുടെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ കുട്ടിയുടെ മാതാപിതാക്കളെ അനുവദിച്ചില്ല. സംഭവത്തിന് ശേഷം മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ 4 പ്രതികളുടെ പേര് പെൺകുട്ടി പറഞ്ഞിരുന്നെങ്കിലും പ്രതികളെ പിടികൂടാനോ നടപടിയെടുക്കാനോ പോലീസ് തയ്യാറായില്ല. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടായത് വലിയ ജനരോഷത്തിന് കാരണമായി. വിഷയത്തിൽ രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭം ഉയർന്നേക്കാമായിരുന്ന ഒരു വിഷയത്തെ അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ട് ഭരണകൂടം ബോധപൂർവം ഒതുക്കുകയായിരുന്നെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. ഹത്രാസ് സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും യുപി പോലീസും കേന്ദ്രസേനയും ഒക്കെ ചേർന്ന് തടഞ്ഞതും അന്ന് വലിയ വാർത്തയായിരുന്നു. ഹത്രാസ് സന്ദർശിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മലയാളി മാധ്യമ പ്രവർത്തകനായ സിദ്ദിഖ് കാപ്പനെ യുപി പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണ തടവുകാരനാക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. കേസിൽ പ്രതികളായ 4ൽ 3 പേരെയും 2023 മാർച്ചിൽ പ്രത്യേക കോടതി തെളിവില്ലെന്ന കാരണം പറഞ്ഞ് വെറുതെ വിട്ടു. ഒരാളെ ജീവപര്യന്തം ശിക്ഷിച്ചു. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമോ ബലാത്സംഗമോ ചുമത്തിയിരുന്നില്ലെന്നതും പ്രധാനമാണ്. ഹത്രാസ് എന്ന് ഗൂഗിളിൽ തിരയുന്ന ആർക്കും ഇത്രയും നാൾ ലഭിച്ചിരുന്നത് യുപിയിലെ 19കാരിയുടെ മരണത്തിനിടയാക്കിയ ക്രൂര ബലാത്സംഗത്തിന്റെ വാർത്തകളും ഭരണകൂടത്തിന്റെ അനാസ്ഥയും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും പ്രതികളെ വിട്ടയച്ചതും നീതി ലഭിച്ചില്ലെന്ന് കുടുംബം പറയുന്ന വാർത്തകളുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് ഹത്രാസിൽ ബോലെ ബാബ നടത്തിയ പരിപാടിയിൽ 121 പേർ കൊല്ലപ്പെട്ട വാർത്തയായി മാറിയിരിക്കുന്നു. ഒരു ദുരന്തം മറ്റൊരു ദുരന്തത്തെ മായ്ച്ചു കളയുന്ന അപൂർവത. ഇനി അടുത്തത് കത്വ. 2018 ജനുവരി 10 ജമ്മുവിനടുത്ത് കത്വയിലെ റസാന ഗ്രാമത്തിലെ 8 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 8 പേർ ചേർന്ന് ക്ഷേത്രത്തിൽ തടവിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത സംഭവമാണ് കത്വ ബലാത്സംഗ കേസ്. കൊല ചെയ്യപ്പെട്ട ആസിഫ ബാനു നാടോടികളായ ബക്കർവാൾ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു.
മൃതദേഹം കണ്ടെത്തുമ്പോൾ കുട്ടിയെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. വലിയ പ്രതിഷേധമാണ് വിഷയത്തിൽ രാജ്യത്താകമാനം ഉയർന്നത്. വിഷയത്തിൽ പ്രതികളെ പിന്തുണച്ച് BJP മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയത് വലിയ വാർത്തയായി. കത്വ പ്രതികളെ പിന്തുണച്ച് ഹിന്ദു ഏക്താ മച്ച നടത്തിയ റാലിയിൽ BJP നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തു. റാലിയിൽ ദേശീയ പതാക ഉയർത്തപ്പെട്ടു. പിന്നാലെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കേസിൽ 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. എന്നാൽ ഇന്ന് കത്വ എന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജൂലൈ 8-ന് ജമ്മു കശ്മീരിലെ കത്വയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണ്. 5 സൈനികരാണ് തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കത്വയിലെ മച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം നടന്നത്. അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. കത്വയിലെ ആസിഫ എന്ന പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട വാർത്ത മാഞ്ഞുപോയി. അവിടെ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത ഇടം പിടിക്കുന്നു. BJP സർക്കാരിനെ പിടിച്ചുകുലുക്കിയ മറ്റൊരു കേസായിരുന്നു 2017 ജൂൺ 4-ന് ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം. UP BJP MLA ആയ കുൽദീപ് സിംഗ് സെൻഗാർ ആയിരുന്നു കേസിലെ പ്രതി. സർക്കാർ പ്രതിക്കൊപ്പം നിന്ന കേസിൽ നീതി ലഭിക്കില്ലെന്നായതോടെ പെൺകുട്ടി 2018 ഏപ്രിൽ 8-ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് മുൻപിൽ ആത്മഹത്യാ ശ്രമം നടത്തി. ഇതിനിടെ പെൺകുട്ടിയുടെ അച്ഛനെ മറ്റൊരു കേസിൽ പ്രതിയാക്കി. അദ്ദേഹം പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചു. 2018 ഏപ്രിലിൽ വിഷയം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു. ഇരയ്ക്ക് നീതി തേടി വലിയ പ്രതിഷേധങ്ങൾ നടന്നു. 2018 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുൽദീപ് സിംഗ് സെൻഗാർ, സഹോദരൻ, 3 പോലീസുകാർ എന്നിവരും മറ്റ് 5 പ്രതികൾ എന്നിവർക്കെതിരെയായിരുന്നു കുറ്റപത്രം. പിന്നീട് 2019 ജൂലൈ 28-ന് ട്രക്കും പെൺകുട്ടിയുടെ കുടുംബം സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ച് പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ 2 അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. കേസിൽ സെൻഗാർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. എന്നാൽ ഇന്ന് ഉന്നാവോ എന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ ഉന്നാവോയിലെ കൂട്ടബലാത്സംഗമോ BJP കേസിനെ അട്ടിമറിച്ചതോ കാണാനാവില്ല. പകരം UPയിൽ നടന്ന ബസ് അപകടത്തിൽ 18 പേർ കൊല്ലപ്പെട്ട വാർത്തകളാണ് ലഭിക്കുന്നത്. മിൽക്ക് ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകട വാർത്തകളാണ് ലഭിക്കുന്നതിൽ ഭൂരിഭാഗവും. ഹത്രാസ്, ഉന്നാവോ, കത്വ ഇന്ന് ഈ സ്ഥലനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന സ്ത്രീ പീഡന കേസുകൾ മാഞ്ഞു പോകുന്നത് മറ്റു ദുരന്തങ്ങൾ കൊണ്ടാണ്. പുതിയ ദുരന്തങ്ങൾ പഴയ ദുരന്തങ്ങളെ വിസ്മൃതിയിലാഴ്ത്തുന്നു.